എൻ്റെ അറിവ് വെച്ചിട്ട് ഒരാളുമായിട്ട് ഡേറ്റിംഗ് ആണ് ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ആളുമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓൾവേസ്. കാരണം ഇന്നത്തെ പോലെ അല്ലല്ലോ ആൾക്കാർ. ഡേറ്റിംഗ് എന്ന വേർഡ് പോലും ഇല്ല. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്. അപ്പൊ അന്നത്തെ സിറ്റുവേഷനിൽ ആൾക്കാർക്ക് നമ്മൾ ചുമ്മാ ഒന്ന് അടുത്തിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ സംസാരിക്കുകയോ ചെയ്താൽ ഉടനെ ഇങ്ങനെ നോക്കുള്ളൂ. ബിക്കോസ് ഇന്നത്തെ പോലെ ഒരു ഫ്രീഡം ഇല്ലായിരുന്നു. ലൈക്ക് ടോക്കിംഗ്, നമ്മൾ സോഷ്യലൈസിങ്. ഇന്നത്തെ പിള്ളേരെ കണ്ടിട്ടില്ലേ, ഗോ ഔട്ട്. ഇവൻ ചിലപ്പോൾ അവരും ഡേറ്റിംഗ് ഒക്കെ തന്നെ അല്ല പറയുകയും ചെയ്യും വേണമെങ്കിൽ. അതെ. സോ അത് ഇന്നാരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ദേവർ മോർ. ഒരു ചെറിയ രണ്ടുപേർ ഒരു കാറിൽ കയറി കഴിഞ്ഞാൽ ഉടനെ എന്തുണ്ട്. സോ ദാറ്റ് വാസ് എ നോർമൽ തിങ്. അപ്പൊ എസ്പെഷ്യലി എന്റെ കാര്യത്തിൽ വെച്ചാൽ ഞാൻ കൂടുതൽ ആരോടും അങ്ങനെ സംസാരിക്കില്ല. പിന്നെ ഐ വാസ് ഓൾവേസ് വെരി ഗുഡ് ഇൻ സിംഗിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട്, ഡാൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് ആരെങ്കിലും ഒക്കെ കൂടുതൽ സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് കുറച്ച് കൂടുതൽ സംസാരിച്ചു എന്ന് വരും. എനിക്ക് ഉണ്ടായിട്ടുള്ള ആകെ ഈ രണ്ടുപേരാണ്, ശ്രീനാഥും ബജോറും. അതല്ലാതെ ഐ ഹാവ് നോട്ട് ഹാഡ് എനി ലവ് അഫെയർ ഓർ എനിത്തിങ് വിത്ത് എനിബഡി എൽസ്. എന്റെ 2 ലൈഫ് പാർട്ട്നേഴ്സ് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അത് എനിക്ക് ലൈഫിൽ ഒരിക്കലും ശരിയായില്ല. പിന്നെ എനിക്കിപ്പോൾ ഉള്ളത് എന്റെ മക്കളാണ്. മക്കൾ ഇസ് എവറിത്തിങ് ഫോർ മീ. അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഈ അടുത്തിടയ്ക്ക് ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടു 2 പാർട്ട്നേഴ്സും ഞാൻ വിചാരിച്ച രീതിയിലുള്ള ആളുകളല്ലായിരുന്നു. നല്ലൊരു പാർട്ട്ണറെ കിട്ടാത്തതിൽ എനിക്കിപ്പോൾ സങ്കടം ഉണ്ടെന്ന്. അപ്പോൾ ചേച്ചി വിചാരിക്കുന്ന ഒരു ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം? എന്റെ ലൈഫിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ആൾക്കാരെ എനിക്ക് കിട്ടിയില്ല, സത്യമാണ്. ഐ തോട്ട് അവര് നമുക്ക് ഇങ്ങനെ കൂടുതൽ നമുക്ക് എപ്പോഴും എന്നും ഉണ്ടാവും എന്ന്. അത് എത്രയോ സ്ത്രീകളുടെ ഒരു പ്രതീക്ഷ തന്നെയാണ് കല്യാണം കഴിക്കുമ്പോൾ. അത് സെയിം തിങ് ഞാനും ഒരു നോർമൽ സ്ത്രീനെ പോലെ തന്നെ ഞാനും വിചാരിച്ചു എന്റെ ഈ ലൈഫ് പാർട്ട്നേഴ്സ് എനിക്ക് ഫുൾ ലൈഫ്. സങ്കല്പം അന്നൊക്കെ ഒരു ഫാരി ടെയിൽ സങ്കല്പം തന്നെയായിരുന്നു. യുനോ അവര് നമ്മുടെ കൂടെ എപ്പോഴും കാണും, നമ്മളെ എപ്പോഴും ലവ് ചെയ്യും, നമ്മളിങ്ങനെ സർപ്രൈസ് കെയറിങ്. അതാണല്ലോ ഇന്ന് ഏത് സ്ത്രീക്കാണെങ്കിലും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തന്നു ഭർത്താവ് കൊണ്ട് തന്നു, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ട് എവിടെയെങ്കിലും ഒരു കൂട്ടിക്കൊണ്ടുപോയി, ഒരു വെക്കേഷൻ, ഒരു ഡിന്നർ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മള്. അത് കിട്ടാതെ വരുമ്പോ ഗേൾ ഫ്രണ്ട് ആയിട്ട് നടക്കുമ്പോൾ അതുണ്ടാവും. കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെ അത് മാറും. അപ്പൊ നമ്മൾ പിന്നെ ഒരു ആരും അല്ലാത്ത ഒരാളായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും. സോ അതേപോലെ കോൺസെപ്റ്റ് ഒക്കെ തന്നെയായിരുന്നു എനിക്കും. എന്റെയും സോ കോൾഡ് ഭർത്താവ് എല്ലാവരും ബിഫോർ മാരേജ് ആയിരുന്നു ഭയങ്കര ഇതും ഒക്കെ സർപ്രൈസ് ചെയ്യാ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറെ ഗിഫ്റ്റ് തരിക, അങ്ങനെ ചിലപ്പോ പെട്ടെന്ന് കയറി ഒരു കണക്ക് അടച്ച്, അത് സിനിമയിലെ കാണിക്കില്ലേ, അതൊക്കെ തന്നെ ആയിരുന്നു ഗേൾ ഫ്രണ്ട് ആയിട്ട് ഇരുന്ന സമയത്ത്. ഒരുപാട് ഞാൻ എനിക്ക് എപ്പോഴും ഒരു ഫാൻറ്റ, ബിക്കോസ് നമ്മളൊരു ആർട്ടിസ്റ്റാണ്. ക്രിയേറ്റിവിറ്റി നമുക്ക് കൂടുതൽ ഉള്ള ഒരു ബേസിക് പേഴ്സണാലിറ്റി എൻ്റെ അങ്ങനെയാണ്. ഐ എം വെരി ഇമാജിനേറ്റീവ്, ക്രിയേറ്റീവ്. കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യുകയാണെങ്കിലും എനിക്ക് വളരെ അധികം എപ്പോഴും ഒരു ഐ നീഡ് കണ്ടിന്യൂവിറ്റി. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് മുറിച്ച് ഡാൻസ് ചെയ്യുമ്പോൾ പോലും ഒരു ഐറ്റത്തിൽ തന്നെ ഞാൻ ആ ഐറ്റത്തിന്റെ പൾസ് പിടിക്കും. അതിന്റെ ഒരു എന്താ പറയാ, ഒരു തീമാണെങ്കിലും നമ്മൾ അതിന്റെ എന്താണ് അതിന്റെ ഹാർട്ട്, അവിടെയാണ് ഞാൻ കയറി പിടിക്കുന്നത്. നമ്മൾ ഈ മനസ്സുകൊണ്ട് കൂടുതൽ ചിന്തിക്കുന്നതും അതൊക്കെ റിയാലിറ്റിയിൽ നടക്കണം എന്നില്ല. ബട്ട് ദാറ്റ് ഇസ് വാട്ട് ഐ ആം ബേസിക്കലി ആസ് എ പേഴ്സൺ. സോ അതുകൊണ്ടായിരിക്കാം ഐ ഓൾസോ എക്സ്പെക്ടഡ് എ ലോട്ട്. അപ്പം നമുക്ക് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് തുറന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പം ശ്രീനിവാസ് സാറിനോടാണെങ്കിലും പറഞ്ഞാലും നമ്മൾ ഒരു സർട്ടൻ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊക്കെ എല്ലാം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതായത് ഡൺ, ദിസ് ഇസ് ഡൺ, നെക്സ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആണുങ്ങൾക്കും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റ്സ് മോസ്റ്റ്ലി ലൈക്ക് കല്യാണം കഴിയുന്ന കഴിഞ്ഞാൽ അവർ ഭാര്യമാര് നമ്മുടെ തെരഞ്ഞെടുത്തെന്ന് പറയുകയും ചെയ്യും. ലൈക്ക് കംപ്ലൈൻസ് ഒക്കെ വരുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അതായത് ഇത് കണ്ടോ അവര് മറ്റേതൊക്കെ എന്തോരം ശ്രദ്ധിക്കാൻ, എവിടെയും കൊണ്ടുപോകുന്നില്ല, ഒന്നും ഇവിടെ കൊണ്ടുപോകാൻ പറ, ആ സ്റ്റൈലാണ്. മനസ്സിലായില്ല? അത് ആണുങ്ങൾക്ക് എന്താന്ന് അറിയില്ല. വളരെ കുറവ് ആൾക്കാർക്കാണ് ഇങ്ങനെയാണെന്ന്. I have seen that also. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.